മഹാലക്ഷ്മി സീരിയലിന്റെ അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനും മഹിയും തോമസ് ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോകുന്നതിന് മുൻപായിട്ട് കുടുംബക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കാനായിട്ട് എത്തുന്നുണ്ട്. ഇത്തവണത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് കണ്ണേട്ടന്റെ ഇടത് കാലിനും ചലനശേഷി തിരിച്ചു കിട്ടും എന്നാണ് എന്റെ വിശ്വാസം എന്ന് മഹി പറയുമ്പോൾ അക്കാര്യത്തിൽ എനിക്കും നേരിയ പ്രതീക്ഷ ഉണ്ടെന്നും തോമസ് സാറിന്റെ ചികിത്സ കൊണ്ട് ഇത്ര വേഗത്തിൽ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. തോമസ് സാറിന്റെ ചികിത്സ മാത്രമല്ല, താൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളും എനിക്ക് കൂട്ടിനുണ്ട്. പിന്നെ മാർക്കോ, അയാളെ കാണുമ്പോൾ തന്നെ എന്തോ ഒരു പോസിറ്റീവ് എനർജി ചുറ്റിലും വന്ന് നിറയുന്ന പോലെ എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹി അമ്പലത്തിലെത്തിയതിനു ശേഷം ദേവിയുടെ മുന്നിൽ നിന്നും തൊഴുതു പ്രാർത്ഥിക്കുകയാണ്. കണ്ണേട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് തോമസ് സാറിന്റെ അടുത്ത് പോവുകയാണെന്നും എന്റെ കണ്ണേട്ടന് എത്രയും പെട്ടെന്ന് എണീറ്റ് നടക്കാൻ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുമെന്നും തുടർന്ന് മഞ്ജുവിന്റെ കുടുംബജീവിതം നന്നായി പോകണേ എന്നെല്ലാം മനസ്സുരുകി ദേവിയുടെ മുന്നിൽ നിന്നും മഹി പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം തൊഴുതിറങ്ങി വരുന്ന മഹി കണ്ണന്റെ അടുത്തേക്ക് വരികയും പ്രസാദം തൊട്ടു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്ത സമാധാനം മനസ്സിനുണ്ടാകുമെന്നും മഞ്ജുവിന്റെ ദാമ്പത്യ ജീവിതം നന്നായിട്ട് പോകണമെന്ന് പ്രാർത്ഥിച്ചു എന്നെല്ലാം മഹി കണ്ണനോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഇത്തവണ അവരെ രണ്ടുപേരെയും ഞെട്ടിച്ചുകൊണ്ട് ദൈവിക ശക്തിയുള്ള അമ്മ കണ്ണന്റെയും മഹിയുടെയും അരികിലേക്ക് വരുന്നുണ്ട്. തുടർന്ന് കണ്ണേട്ട, ഈ അമ്മയെയാണ് ഞാൻ കാണാറുള്ളത് എന്ന് മഹി പറയുമ്പോൾ ഞാനും ഈ അമ്മയെ തന്നെയാണ് കാണാറുള്ളത്. എനിക്ക് 12ാമത്തെ വയസ്സിൽ അയ്യപ്പ വിഗ്രഹം സമ്മാനിച്ചത് ഈ അമ്മയാണെന്ന് കണ്ണനും പറയുന്നുണ്ട്. ശേഷം നിങ്ങളെ രണ്ടുപേരെയും ഒരുമിച്ച് കാണാനാണ് അമ്മ വന്നത് എന്ന് അമ്മ പറയുമ്പോൾ ഇത്രയും നാൾ ഞങ്ങൾ കാണാറുള്ളത് ഒരേ അമ്മയെ തന്നെയാണോ എന്നുള്ള സംശയത്തിലായിരുന്നു ഞാനും കണ്ണേട്ടനും. അമ്മ സാക്ഷാൽ ദേവിയുടെ പ്രതിരൂപം തന്നെയാണെന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. അന്ന് മാർക്കോ എന്ന മാർക്കണ്ഡേയന് സ്വപ്ന ദർശനം നൽകി അമ്മ എന്നെ ആ അക്രമങ്ങളിൽ നിന്നും രക്ഷിച്ചു. മാത്രമല്ല, മാർക്കോയ്ക്ക് ആപത്ത് വന്ന സമയത്ത് അമ്മ ഞങ്ങളെ അത് കൃത്യസമയത്ത് അറിയിച്ചുകൊണ്ട് മാർക്കോയും രക്ഷിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ഇനിയെങ്കിലും പറയൂ അമ്മേ, അമ്മ ആരാണെന്ന് മഹിയും കണ്ണനും ഒരേ സ്വരത്തിൽ ചോദിക്കുമ്പോൾ നല്ല മനസ്സുള്ളവരെ കാണാനും അവർക്ക് ഒരാപത്തും വരാതെ കാത്തു സൂക്ഷിക്കാനും ഇഷ്ടമുള്ള ഒരാളാണെന്ന് മാത്രം കരുതിക്കോളൂ എന്ന് മറുപടി നൽകുകയാണ് കേട്ടോ അമ്മ ചെയ്യുന്നത്. പിന്നെ മാർക്കണ്ഡേയൻ എന്ന ചെറുപ്പക്കാരനും മോളുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് ഉള്ളതെന്നും കുറച്ചു കഴിയുമ്പോൾ മോള് തന്നെ ആ സത്യം തിരിച്ചറിയുമെന്നും അമ്മ പറയുന്നത് കേട്ട് ഞെട്ടലോടെ അതെല്ലാം കേട്ടു നിൽക്കുകയാണ് കേട്ടോ കണ്ണനും മഹാലക്ഷ്മിയും. തുടർന്ന് അമ്മ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം പറയാനാണെന്നും നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കുട്ടി ചെയ്തതെല്ലാം ഓർത്ത പശ്ചാത്താപത്തിന്റെ വക്കീലാണെന്നും ആ കുട്ടിയുടെ ദാമ്പത്യം തകർച്ചയുടെ വക്കീലാണ്. ഈ സമയത്ത് നിങ്ങൾ അവളെ ചേർത്ത് പിടിക്കേണ്ട സമയമാണ് എന്ന് മഞ്ജുവിനെ കുറിച്ചൊരു സൂചന അമ്മ അവർക്ക് നൽകുന്നുണ്ട്. കണ്ണനും മഹാലക്ഷ്മിയും ആണെങ്കിൽ ഇത് കേട്ട് ഞെട്ടലോടെ പരസ്പരം നോക്കി അങ്ങനെ തിരിയുന്നതും അമ്മയെ അവിടെ ഒന്നും കാണാനില്ല കേട്ടോ. അമ്മ പതിവ് പോലെ അവിടെ നിന്നും അപ്രത്യക്ഷയാവുന്നുണ്ട്. അതോടുകൂടി തന്നെ മഞ്ജുവിനെ കുറിച്ചാണ് ആ അമ്മ സൂചന നൽകിയത് എന്നുള്ള കാര്യം കണ്ണനും മഹിക്കും മനസ്സിലാകുന്നുണ്ട്. ശേഷം മഞ്ജുവിന്റെ ജീവിതത്തിൽ എന്തോ ചില താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അവൾ അതെല്ലാം നമ്മളിൽ നിന്ന് മറച്ചുവെക്കുകയാണ്. മേഘൻ അവന്റെ തനി സ്വഭാവം പുറത്തെടുക്കാൻ തുടങ്ങി എന്ന് വേണം നമ്മൾ കരുതാൻ എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ എനിക്കും അങ്ങനെയാണ് തോന്നുന്നത് കണ്ണേട്ട എന്ന് മഹിയും പറയുന്നുണ്ട്. തുടർന്ന് കണ്ണൻ എല്ലാം അറിയാൻ വേണ്ടിയിട്ട് മഞ്ജുവിനെ വിളിപ്പിക്കുന്നുണ്ട്. ശേഷം എന്തുണ്ടെങ്കിലും നിനക്ക് എന്നോട് തുറന്നു പറയാം, മേഘൻ നിന്നെ ചതിച്ചു അല്ലേ എന്ന് കണ്ണൻ തുറന്നു ചോദിക്കുമ്പോൾ കണ്ണന്റെ ആ ചോദ്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൊട്ടിക്കരയാണ് കേട്ടോ മഞ്ജു. അതേ കണ്ണേട്ട എന്ന് പറഞ്ഞുകൊണ്ട് മേഘന്റെ കൊടും ചതി മഞ്ജു തുറന്നു പറയുന്നുണ്ട്. എല്ലാം കേട്ടതിന് ശേഷം ദേഷ്യം കൊണ്ട് വിറയ്ക്കാണ് കേട്ടോ കണ്ണൻ. അവരെന്താ കരുതിയത്, എന്റെ പെങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്നാണോ? എന്റെ പെങ്ങളെ ചതിച്ചിട്ട് അവൻ അങ്ങനെ മാന്യനായിട്ടൊന്നും നടക്കണ്ട. വാ മഞ്ജു, അവനോട് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ട് അതിനെ കാര്യം എന്ന് കണ്ണൻ പറയുമ്പോൾ വേണ്ട കണ്ണിട്ട, അയാളെ കുറിച്ച് എല്ലാം ഞാൻ മനസ്സിലാക്കി എന്നെങ്ങാനും അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് ക്രൂരനാണ് അയാൾ. അന്ന് തോമസ് ഡോക്ടറുടെ വീട്ടിലേക്ക് കണ്ണേട്ടനെ പോയ സമയത്ത് കണ്ണേട്ടനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗുണ്ടയെ അയച്ചതും കണ്ണേട്ടനെയും ഏട്ടത്തെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് സാഗറിനെ നിങ്ങൾക്കിടയിലേക്ക് കടത്തിവിട്ടതും അയാളാണ്. അത് മാത്രമല്ല, അമ്മാവനും കരുണേട്ടത്തിയുടെ അച്ഛനും ഇതിൽ പങ്കുണ്ടെന്ന് മഞ്ജു എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയുന്നുണ്ട്. ശേഷം കണ്ണൻ മേഘനെ വലിച്ചു കയറാനുള്ള ദേഷ്യത്തിൽ അയാളുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നീ എന്താ മേഘ കരുതിയത്, ഞാൻ എന്റെ പെങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നതുകൊണ്ട് അവളോട് എനിക്ക് സ്നേഹം ഇല്ല എന്നാണോ നീ കരുതിയത്? ഒരിക്കലുമല്ല. നിന്നെ കുറിച്ച് വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിവാഹത്തിന് എതിർത്തത്. എന്നിട്ടും നിന്നെ തന്നെ മതി എന്ന് എന്റെ പെങ്ങൾ വാശി പിടിച്ചു. എന്നിട്ടും നിനക്ക് എങ്ങനെ അവളെ ചതിക്കാൻ തോന്നി? നീ എന്നെയും മഹിയെയും തമ്മിൽ വേർപിരിക്കാനായിട്ട് പല വഴികളും നോക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞു. പക്ഷെ ഇതിന് നിനക്ക് മാപ്പില്ല മേഘ. നീ ഇതിനുള്ള ശിക്ഷ അനുഭവിച്ചേ പറ്റൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പൊ കണ്ണൻ എങ്ങനെ എല്ലാം തുറന്നടിച്ച് അവിടെ പറയുമ്പോൾ എല്ലാം കേട്ടുകൊണ്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ മേഘനും സീമന്തിനെയും വാമനും സ്വാതിയൊക്കെ. എന്നിട്ട് കണ്ണൻ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ എന്റെ പെങ്ങളെ കൊണ്ടുപോവാണ്. എന്നിട്ട് അവൾക്ക് യോജിച്ച ഒരു പയ്യനുമായിട്ട് അവളുടെ
അവളുടെ വിവാഹം നടത്തും. ആ വിവാഹം ഞാൻ ആഡംബരമായിട്ട് തന്നെ നടത്തും. അവൾക്ക് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുത്തുകൊണ്ട് തന്നെ അതൊക്കെ ഒരു കാഴ്ചക്കാരനായിട്ട് നീ നോക്കി നിന്നു. ആ വിവാഹത്തിന് ഞാൻ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കും. മാത്രമല്ല ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഒരു ചില്ലി കാശ് പോലും ഞാൻ ചെലവഴിക്കില്ല. എന്റെ അമ്മാവനും ഇനി എന്റെ കമ്പനിയിൽ ജോലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മേഘന് കടുത്ത ശിക്ഷ തന്നെ, എല്ലാ അർത്ഥത്തിലും അയാളെ തള്ളിക്കളഞ്ഞ് കടുത്ത ശിക്ഷ തന്നെയാണ് കേട്ടോ കണ്ണൻ വിധിക്കുന്നത്. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന ഈ എപ്പിസോഡുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.